ഹലോ, എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാനൊരു ലോങ് വീഡിയോ ചെയ്തിട്ട് ഒരുപാട് നാളായി. എനിക്ക് തോന്നുന്നു 2 വർഷത്തിൽ കൂടുതലൊക്കെ ആയി കാണും. സത്യം പറഞ്ഞാൽ ഇതെങ്ങനെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഞാൻ മറന്നു പോയിട്ടോ. പിന്നെ ഈ വീഡിയോ വീട്ടിൽ കുറച്ച് ഗസ്റ്റ് വന്ന ദിവസം എടുത്തതാണ്. ഷോർട്സിനകത്ത് അടുപ്പിൽ കുക്ക് ചെയ്യുന്ന എൻ്റെ വീഡിയോസ് കണ്ടിട്ട് കുറേ പേരെന്നോട് അടുപ്പിനെ കുറിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് ഞാൻ റീപ്ലൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചിലരെന്നോട് ഇതെന്തടുപ്പാണ്, ഈ അടുപ്പ് മുഴുവനായിട്ട് കാണിക്കുമെന്നൊക്കെ ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അത്ഭുതമാണ് കേട്ടോ. കാരണം നമ്മുടെ ഇവിടെ അടുപ്പില്ലാത്ത വീടുകൾ ഇല്ല എന്ന് തന്നെ പറയാം. ഒട്ടുമിക്ക എല്ലാ വീടുകളിലും അടുപ്പുണ്ട്. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളത് അടുപ്പ് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്നാണ്. അതൊക്കെ ഞാൻ ഈ വീഡിയോക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ രണ്ടടുപ്പും ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ കത്തിക്കാറുള്ളൂ. ഇന്നിവിടെ ഗസ്റ്റുകൾ വരുന്നതുകൊണ്ടാണ് രണ്ടടുപ്പും കത്തിച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് പേർ എന്നോട് പുക അകത്തേക്ക് വരുന്നുണ്ടോയെന്നും അതുപോലെ അടുപ്പ് എങ്ങനെയാണ് പെട്ടെന്ന് കത്തുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അടുപ്പ് കത്താൻ പ്രയാസം വരുമ്പോഴാണ് പുക ഉള്ളിലോട്ട് വരുന്നത്. ഞാൻ അതാണ് മനസ്സിലാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഡെയിലി നമ്മൾ കത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുപ്പ് നല്ല അടിപൊളിയായിട്ട് കത്തും. അതല്ല നമ്മളൊരു 1 വീക്ക് കൂടുമ്പോൾ അല്ലെങ്കിൽ വിരുന്നൊക്കെ പോയി വന്ന് ഒരു 15 ദിവസം 20 ദിവസമൊക്കെ കൂടുമ്പോൾ കത്തിക്കുമ്പോഴാണ് നമുക്ക് അടുപ്പ് കത്താൻ പ്രയാസം വരിക. അങ്ങനെയുള്ള ടൈമിൽ ഞാൻ ചെയ്യാറ്, അതായത് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഈ അടുപ്പ് വെച്ചവർ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഒരു ചെറിയ പേപ്പറിൻ്റെ പീസ് എടുത്തിട്ട് പുറത്ത് പുകക്കുഴലിൻ്റെ അവിടെ ഓപ്പൺ ആക്കിയിട്ട് കത്തിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ പുക ശരിക്ക് ആ കുഴലിൻ്റെ ഉള്ളിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിൽ വന്ന് പിന്നെ കത്തിക്കുമ്പോൾ പെട്ടെന്ന് കത്തും. അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അതായത് അടുപ്പ് കത്തിക്കാൻ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം അവിടെ പോയിട്ട് അത് കത്തിച്ചു കൊടുക്കും. എന്നിട്ട് പിന്നെ അകത്ത് വന്നിട്ട് അടുപ്പ് കത്തിക്കുകയാണ് ചെയ്യാറ്. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് അടുപ്പ് കത്തിക്കിട്ടും. പിന്നെ ഒരു കാര്യം, എൻ്റെ കിച്ചണിലെ കൗണ്ടർ ടോപ്പ് നിങ്ങൾ എന്നും കാണുന്ന പോലെ ആവില്ല കേട്ടോ. ചില ടൈമിൽ ഒരു പാത്രം വെക്കാനുള്ള സ്പേസ് പോലും അതിനകത്ത് കാണില്ല. പിന്നെ ഇന്ന് എൻ്റെ കൂടെ കുക്ക് ചെയ്യാനായിട്ട് എൻ്റെ ഹസ്ബൻഡും ഉണ്ട് കേട്ടോ. ആള് അടിപൊളിയായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ആളാണ്. പിന്നെ ഞാൻ മാത്രമായിട്ടാണ് കുക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലൊന്നും വൃത്തികേടാവില്ല കേട്ടോ. ഞാനത് പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കും. അതായത് എന്തെങ്കിലും താഴെ വീഴുമ്പോൾ അത് അപ്പം തന്നെ തുടച്ച് മാറ്റും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ഇന്നിപ്പോൾ എൻ്റെ കൂടെ ഹസ്ബൻഡും കൂടെ ഉള്ളതുകൊണ്ട് അത് നടക്കൂല. പിന്നെ നമുക്ക് ഗസ്റ്റുകൾ വരുമ്പോഴേക്ക് ഫുഡൊക്കെ ആവുകയും വേണമല്ലോ. പിന്നെ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് കുറേ ആൾക്കാർ നല്ല വൃത്തിയുണ്ട്, നല്ല നീറ്റാണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കുക്ക് ചെയ്യുമ്പോൾ എല്ലാവരുടെ കിച്ചണും വൃത്തികേടാവുന്ന പോലെ എൻ്റെ കിച്ചണും വൃത്തികേടാവുന്നുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഒരുവിധം എല്ലാ പാത്രങ്ങളും അതുപോലെ തന്നെ ആകെ പരന്ന് അങ്ങനെ കിടക്കുകയാണ്. പക്ഷെ നമ്മൾ പിന്നീട് അത് ക്ലീൻ ആക്കുമ്പോഴാണ് നമ്മുടെ കിച്ചണിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് കിട്ടുന്നത്. അപ്പം ഇത് മുഴുവൻ ക്ലീൻ ആക്കി തന്ന ആൾ എൻ്റെ അനിയത്തിയാണ് കേട്ടോ. പൊന്നു ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ ഭാര്യയാണ്. ഓള് വന്നിട്ടാണ് ഇത് ഫുള്ള് ക്ലീൻ ആക്കി തന്നത്. ഞാനും ഹസ്ബൻഡും ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുത്തു. ഓള് ക്ലീൻ ആക്കലൊക്കെ ഓളാണ് വന്ന് ചെയ്തു തന്നത്. അപ്പോൾ അത് ഏകദേശം വന്ന് ഗസ്റ്റുകൾ വരുമ്പോഴേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. റെസിപ്പീസ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. നമ്മൾ ഈ ഒരു വീഡിയോക്കകത്ത് അടുപ്പിനെ കുറിച്ചിട്ടുള്ള ഡൗട്ട്സ് തീർക്കാമെന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഫുഡൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് വിരുന്നുകാരൊക്കെ പോയപ്പോഴേക്ക് വൈകുന്നേരം ഏകദേശം ഒരു 6 മണി 6:30 ആയിട്ടുണ്ടായിരുന്നു. ഫിസിക്കലി ഞാൻ ഒട്ടും ഓക്കെ ആയിരുന്നില്ല, ക്ലീൻ ചെയ്യാനാണെങ്കിലും വീഡിയോ എടുക്കാനാണെങ്കിലും. അതുകൊണ്ട് തന്നെ ഞാനത് പിറ്റേ ദിവസത്തേക്ക് മാറ്റി വയ്ക്കുകയാണ് ചെയ്തത്. നോർമലി ഞാൻ അടുപ്പ് ക്ലീൻ ആക്കൽ അടുപ്പിൻ്റെ ചൂട് പോകുന്നതിന് തൊട്ട് മുന്നേ ആയിട്ടാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കി എടുക്കാൻ സുഖമാണ്. ഇതിപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനുള്ളൊരു കാരണം കൊണ്ട് മാത്രം ഞാനത് പിറ്റേ ദിവസത്തേക്ക് മാറ്റിയതാണ്. ഇന്നിപ്പോൾ അത്യാവശ്യത്തിൽ കൂടുതലായിട്ട് വൃത്തികേടായിട്ടാണ് അടുപ്പ് കിടക്കുന്നത്. എണ്ണ പൊട്ടിത്തെറിച്ചതും കരിയും ഒക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഡിഷ് വാഷ് ലിക്വിഡിൽ കുറച്ച് വെള്ളം ചേർത്ത് അതാണ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തത്. പിന്നെ അടുപ്പിലുള്ള ചാരം മൊത്തം വാരുകയാണ്. രണ്ടടുപ്പിലും അത്യാവശ്യത്തിൽ കൂടുതലുണ്ട് കേട്ടോ. കാരണം നമ്മൾ 2 വിധം റൈസാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ മുട്ട പുഴുങ്ങലും ചൂടുവെള്ളം ഉണ്ടാക്കലും അങ്ങനെയൊക്കെ ആയിട്ട് ഇന്നലെ രാവിലെ തൊട്ട് ഉച്ച വരേക്ക് അടുപ്പ് കത്തിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അത്രയ്ക്ക് ചാറുണ്ടായിരുന്നു രണ്ടടുപ്പിലും കൂടി ആയിട്ട്. അപ്പോൾ അതൊക്കെ ആദ്യം കോരിയെടുത്ത് മാറ്റുകയാണ്. ആദ്യമൊക്കെ അടുപ്പ് എങ്ങനെയാണ് ക്ലീൻ ചെയ്യാറെന്ന് ചോദിക്കുന്നവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അടുപ്പിലെ ചാരം വെച്ചിട്ട് തന്നെയാണ് അടുപ്പിൻ്റെ ഈ ഒരു സ്റ്റീൽ ഭാഗം ക്ലീൻ ചെയ്യാറുള്ളതെന്ന്. പിന്നെ ഒരുപാട് പേരായിട്ട് ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ ചെയ്യാമെന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഞാൻ ചാരം വെച്ചിട്ട് തന്നെയാണ് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ വിശ്വാസമായിട്ടില്ല എന്നുള്ളത് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്ത് കാണിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഈ അടുപ്പ് തുടയ്ക്കാറുള്ള അതേ തുണി വെച്ചിട്ട് തന്നെയാണ് ചാരം ചേർത്ത് ഈ സൈഡിൽ കൂടെ ഒക്കെ ഒന്ന് ഉരച്ചു കൊടുക്കുന്നത്. ഇത് വേറെ ഒരു തുണി വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം.
പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ അകത്തുള്ള സിങ്കിലിട്ടിട്ട് ഇത് കഴുകാറില്ല, ഞാനിത് പുറത്ത് കൊണ്ടുപോയിട്ടാണ് കഴുകാറുള്ളത്. അപ്പോൾ നമ്മൾ ഒന്ന് ഉരയ്ക്കാനും ഒന്ന് തുടയ്ക്കാനൊക്കെ വെച്ചാൽ അപ്പോൾ ഇതിങ്ങനെ രണ്ടും കഴുകണമല്ലോ. സത്യം പറഞ്ഞാൽ എനിക്ക് അതിനൊരു മടിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. ഇനി ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ഉരച്ചൊക്കെ ഒന്ന് ക്ലീനാക്കി ഒന്നിങ്ങനെ തുടച്ചിട്ട് പിന്നെ പുറത്ത് പോയിട്ട് ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കും. അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യാറുള്ളത്. ഇന്നിപ്പോൾ ഇത് നല്ലപോലെ കരി പിടിച്ചുകൊണ്ടും എണ്ണയൊക്കെ പൊട്ടിത്തെറിച്ചൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇത്രയും ഇത് കിടന്ന് സ്ക്രബ് ചെയ്യാനുള്ളത്. അതല്ലെങ്കിൽ ഞാൻ ഒരടുപ്പ് മാത്രം കത്തിക്കുമ്പോൾ ജസ്റ്റ് ഒന്നൊന്ന് സ്ക്രബ് ചെയ്യാനേ ഉണ്ടാവുള്ളൂ, കാരണം അതിൽ കൂടുതലൊന്നും ഇതിലങ്ങനെ കരിയൊന്നും വരില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്തെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് വീഴുക അല്ലെങ്കിൽ അവിടെ പോവുകയൊക്കെ ചെയ്യുമ്പോൾ ഞാനത് അപ്പം തന്നെ തുടച്ച് കളയും. ഇനിയിപ്പോൾ എത്ര ചൂടാണെങ്കിലും ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും അവിടെ വീണ് കഴിഞ്ഞാൽ അത് അപ്പോഴേ തുടക്കും. അപ്പോൾ പിന്നെ കുക്ക് ചെയ്ത് കഴിഞ്ഞാലും കൂടുതലായിട്ടൊന്നും വൃത്തിയാക്കാനായിട്ട് അടുപ്പിലുണ്ടാവാറില്ല. എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ കരിയൊക്കെ ആവുള്ളൂ. പിന്നെ പുക പോകുന്ന ഭാഗത്തുള്ള ഇതൊക്കെ ക്ലീൻ ആക്കിയിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു. അതായത് ഒരു 6 മാസത്തിൽ അല്ലെങ്കിൽ ഒരു 3 മാസം കൂടുമ്പോഴൊക്കെയാണ് ഞാൻ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാറുള്ളത്. അപ്പോൾ പിന്നെ അടുപ്പൊക്കെ പെട്ടെന്ന് കത്തും കേട്ടോ. പുക പോകാൻ ഈസി ആകുമ്പോൾ അടുപ്പ് പെട്ടെന്ന് കത്തുമല്ലോ. അപ്പോൾ ഞാൻ അതിനായിട്ടൊരു പഴയ ബ്രഷ് മാറ്റി വെച്ചതാണ്. അതുപോലെ ഇതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ എടുത്ത് ക്ലീനാക്കി കഴിഞ്ഞാൽ അടുപ്പ് പെട്ടെന്ന് കത്തി കിട്ടും. അടുപ്പ് എങ്ങനെയാണ് ക്ലീൻ ചെയ്യാറ്, ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒന്ന് കാണിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നവർക്ക് വേണ്ടി മാത്രം ചെയ്തതാണ് കേട്ടോ ഈ ഒരു വീഡിയോ. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോൾ ലോങ് വീഡിയോ ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ഇഷ്ടം ഷോർട്സ് ഇടാനായിട്ടാണ്. പിന്നെ ഷോർട്സിനകത്ത് ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്താന്ന് വെച്ചാൽ അത് വലിയ പാടാണ്. അതുകൊണ്ടാണ് ഞാൻ ലോങ് ആയിട്ട് ചെയ്തത്. പിന്നെ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം എനിക്ക് വർക്ക് ഏരിയ ആയിട്ട് വേറൊരു ഏരിയ ഇല്ല. നമുക്ക് ആകെ ഒരു കിച്ചണേ ഉള്ളൂ. ആ കിച്ചണിൽ തന്നെയാണ് വിറകടുപ്പും ഗ്യാസ് സ്റ്റൗവിൻ്റെ ഏരിയയുമൊക്കെ. അപ്പോൾ നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ ഒരു ഭാഗം നീറ്റാക്കിയിട്ടിടുക എന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യം കൂടിയാണ്. പിന്നെ ഈ ഒരു അടുപ്പില്ലേ, ഇത് അത്യാവശ്യം വലുതാണ് കേട്ടോ. ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ പെരുന്നാൾ അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിൽ 2 കിലോ അതിൽ കൂടുതലൊക്കെ വെക്കുമ്പോഴാണ് ഈ ഒരു അടുപ്പ് കത്തിക്കാറുള്ളത്. ഇത് കത്തിക്കാത്തതുകൊണ്ടാണ് ഈ സൈഡിലാണ് ഞാൻ എൻ്റെ മിക്സിയും കറണ്ട് അടുപ്പൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ കത്തിക്കുന്ന ടൈമിൽ അത് രണ്ടും ഞാൻ അവിടെ നിന്ന് എടുത്ത് മാറ്റും കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ ക്ലീനാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ബ്രഷ് മക്കളുടെ കയ്യിൽ കിട്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ. ഞാൻ കുട്ടികൾ വീട്ടിലില്ലാത്ത ദിവസങ്ങളിലാണ് ഇങ്ങനെയുള്ള ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യാറുള്ളത്. കാരണം ഇങ്ങനെയുള്ള ബ്രഷിനോടൊക്കെ അവർക്കൊരു കൗതുകം വേറെ തന്നെയാണല്ലോ. അപ്പോൾ ഇത് ക്ലീനാക്കി കഴിഞ്ഞാൽ ഈ ബ്രഷ് നേരെ പുറത്തോട്ട് എങ്ങോട്ടെങ്കിലും ഇടുക, അല്ലാന്നുണ്ടെങ്കിൽ നല്ല പണി നമുക്കവർ വേറെ ഉണ്ടാക്കി തരും കേട്ടോ. അത്രയും കരി ഉണ്ടാവും ഈ ബ്രഷിനകത്ത്. അപ്പോൾ ദേ ഈ ബ്രഷ് വെച്ചിട്ട് അടുപ്പിനുള്ളിലെ എല്ലാ ഭാഗങ്ങളും ഞാൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് നേരത്തെ എടുത്ത അതേ തുണി പുറത്ത് കൊണ്ടുപോയി നന്നായിട്ട് വാഷ് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് അടുപ്പൊക്കെ ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ. കാരണം ഇതിൻ്റെ മുകളിലുള്ള ഈ സോപ്പൊക്കെ ഒന്ന് തുടച്ചെടുത്താലേ ഉള്ളൂ എനിക്കിതിൻ്റെ മുകളിൽ കയറി നിന്ന് വേണം ചിമ്മിനിക്കൂടിനുള്ളിലെ ചുമര് തുടച്ചെടുക്കാൻ. പിന്നെ ഞാൻ വീണ്ടും പറയാണ് കേട്ടോ, ഇതൊന്നും നമ്മളെപ്പോഴും ചെയ്യുന്ന ക്ലീനിങ് അല്ല, ഇന്ന് ഡീപ്പായിട്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ അവിടെയൊക്കെ തുടച്ചെടുക്കുന്നത്. പിന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം കൂടെ പറയാനുണ്ട് കേട്ടോ. നമ്മൾ ഈ വീഡിയോസിലൂടെയൊക്കെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കണ്ട് ഇൻസ്പയറായി നമ്മൾ അതുപോലെ ചെയ്യാൻ നിൽക്കുന്ന ടൈമിൽ ചെയ്യുന്നവർ ഫിസിക്കലി ഓക്കെ ആണെന്നും കൂടെ നോക്കണം കേട്ടോ. അല്ലാണ്ട് വീഡിയോയിൽ ഒരു ചെയ്തു അല്ലെങ്കിൽ ഇവരിങ്ങനെ വൃത്തിയാക്കി എന്ന് പറയുമ്പോൾ അങ്ങനെ കാണുമ്പോഴേക്ക് പോയി ചെയ്യുന്നതല്ല ഇതൊന്നും. ഇതിനൊക്കെ നമ്മൾ മെൻ്റലി ഫിസിക്കലി ഒക്കെ ഓക്കെ ആയിരിക്കണം. ചിലപ്പോൾ നമുക്ക് വീട്ടിൽ ഒരുപാട് ജോലികളുണ്ടാവും, കുക്ക് ചെയ്യേണ്ടി വരും, അത് കഴിഞ്ഞ് ക്ലീനിങ്, കുട്ടികളുടെ കാര്യങ്ങൾ, ഇതെല്ലാം കൂടെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ചിലപ്പോൾ ഡീപ്പായിട്ടൊന്നും ചെയ്യാനുള്ള ടൈമും ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്കതിനുള്ള ഹെൽത്തും ഓക്കെ ആവില്ല. അപ്പോൾ നമ്മൾ ടൈമും വേണം, ഹെൽത്തും ഓക്കെ ആവണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇത്രയും ടൈം കളഞ്ഞ് നമുക്ക് ഡീപ്പായിട്ടൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ എനിക്ക് തന്നെ ഇന്നലത്തെ ഫുഡ് ബാലൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും ടൈം ഇതിനായിട്ട് കളയുന്നത്. ഇതിപ്പോൾ നമ്മൾ കാണുമ്പോൾ കുറച്ച് സമയമുള്ളൂ എന്നുണ്ടെങ്കിലും ഇത് ചെയ്യാനായിട്ട് ഒരുപാട് ടൈം വേണം. അപ്പോൾ നമ്മൾ സോപ്പൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്കത് 1 പ്രാവശ്യം 2 പ്രാവശ്യം ഒന്നും തുടച്ചാൽ പോരാ. ചിലപ്പോൾ 2, 3, 4 പ്രാവശ്യം തുടച്ചെങ്കിലേ ആ ഭാഗത്തുള്ള സോപ്പ് വിട്ടു പോവുള്ളൂ. അപ്പോൾ അത്രയും ടൈം വേണം. പിന്നെ കുട്ടികളൊക്കെ വീട്ടിലുള്ള ദിവസങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അവരെ മാനേജ് ചെയ്യലും ഇത് ചെയ്യലും ഒക്കെ വലിയ പാടാണ്. അപ്പോൾ നമ്മളൊരു വീഡിയോ കണ്ടിട്ട് ഒരിക്കലും ഞാനും ചെയ്യട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്യരുതേ. അപ്പോൾ നമ്മളൊക്കെ നമ്മുടെ ടൈമും
അതുപോലെ തന്നെ ഫിസിക്കലി ഓക്കെ ആണെങ്കിൽ മാത്രമാണ് ഇതൊക്കെ ചെയ്യണത്. പിന്നെ നമ്മൾ വീഡിയോസിൽ കാണുന്നത് കണ്ട് ഇൻസ്പയർ ആയിട്ട് നമ്മളെന്താ ഇങ്ങനെ, നമ്മളെന്താ ഇതൊന്നും ചെയ്യാത്തെന്നുള്ളതൊന്നും അങ്ങനത്തെ തോട്ടൊന്നും ആർക്കും വേണ്ട. വീഡിയോക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ ചില ഭാഗങ്ങൾ ക്ലീൻ ആക്കി വെക്കും, അല്ലെങ്കിൽ ചിലത് ഹൈഡ് ചെയ്ത് വെക്കും. അതൊക്കെ സ്വാഭാവികമാണ്. ഇതൊന്നും ഇപ്പോൾ നമ്മൾ ചെറിയ 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 വീഡിയോസിൽ നമുക്കിതൊന്നും ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നില്ല. പിന്നെ എപ്പോഴും നീറ്റായിട്ട് കിടക്കുന്ന ഭാഗങ്ങൾ കാണാനല്ലേ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ നമ്മൾ ആ ഭാഗങ്ങളെ കാണിക്കുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു യാഥാർത്ഥ്യം കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ പറയണം തോന്നി. പിന്നല്ലേ ഈ ഒരു വിളക്ക് വെച്ചിട്ടുള്ള ഈ ഒരു പോർഷൻ ഞാൻ എപ്പോഴും ക്ലീൻ ആക്കാറുണ്ട്. ഇതെനിക്ക് കൈയെത്തുന്ന ഭാഗമല്ലേ, ഈ 2 ഉപ്പിട്ട് വെച്ചിട്ടുള്ള ഈ ഒരു ഭരണിയൊക്കെ ഞാൻ എപ്പോഴും ക്ലീൻ ആക്കുന്നതാണ്. ആ ഒരു വിളക്ക് എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണോ എന്നുള്ളത്. അല്ല കേട്ടോ, അത് ഞാൻ ഇവിടെ അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. എൻ്റെ കിച്ചണിലെ ചില സാധനങ്ങളൊക്കെ ഞാൻ കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ്. അതുപോലെ തന്നെ ഓൺലൈനായിട്ട് വാങ്ങിച്ചതുകൊണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചവർക്കൊക്കെ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ എൻ്റെ വിറകടുപ്പിൻ്റെ ആ ഒരു ഭാഗത്തെ ക്ലീനിങ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. മൊത്തം ഈ ഒരു ഭാഗം മൊത്തം ഞാനിന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റീൽ ഭാഗം ഞാൻ ചാരം വെച്ചിട്ടാണ് ക്ലീൻ ആക്കിയത്. വേറെ ഒന്നും ചേർത്തിട്ടില്ല. എണ്ണ ഉള്ളത് കൊണ്ടാണ് ഡിഷ് വാഷ് ലിക്വിഡ് ഉപയോഗിച്ചത്, അല്ലെങ്കിൽ അതും ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ അടുപ്പ് കത്തിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ ഫുഡൊക്കെ എനിക്ക് ബാലൻസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണിത്. സത്യം പറഞ്ഞാൽ ഇതൊരു റിക്വസ്റ്റ് തന്നെയാണ്. നിങ്ങൾ ആ അടുപ്പ് മുഴുവനായിട്ടൊന്ന് കാണിക്കുമോ, നിങ്ങൾ ആ അടുപ്പ് എങ്ങനെയാണ് ക്ലീൻ ചെയ്യൽ? അപ്പോൾ അതിനുള്ള ഒരു റിപ്ലൈ ആയിട്ടാണ് ഈ ഒരു വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.